പ്രിയമുള്ളവരെ, നാം ഇന്ന് ഓർക്കുന്നത് വിശ്വാസത്തിനായി ലോകത്തിനെതിരെ നിന്ന വിശുദ്ധ അത്തനേഷ്യസിനെ കുറിച്ചാണ്. ക്രിസ്തുവർഷം 296 ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ ജനിച്ച വിശുദ്ധ അത്തനേഷ്യസ് ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ധൈര്യശാലിയായ വിശ്വാസസാക്ഷികളിൽ ഒരാളാണ്. ബാല്യകാലം മുതൽ തന്നെ ദൈവവിശ്വാസത്തിൽ ആഴമായി വളർന്ന അദ്ദേഹം ശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിച്ച് വലിയ ആത്മീയ ജ്ഞാനിയായി മാറി. അദ്ദേഹം ആദ്യം അലക്സാണ്ട്രിയയിലെ ബിഷപ്പായിരുന്ന അലക്സാണ്ടർ എന്ന പിതാവിൻ്റെ സഹായിയായി സേവനം ചെയ്തു. പിന്നീട് വളരെ ചെറുപ്പത്തിൽ തന്നെ അലക്സാണ്ട്രിയയുടെ ബിഷപ്പായി നിയമിക്കപ്പെട്ടു. അത്തനേഷ്യസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അറിയൻവാദം എന്ന തെറ്റായ ഉപദേശത്തിനെതിരായ ശക്തമായ പോരാട്ടമാണ്. ഈ വാദം യേശുക്രിസ്തു ദൈവമല്ല, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് പഠിപ്പിച്ചു. എന്നാൽ അത്തനേഷ്യസ് ഉറച്ചു നിന്നത് യേശുക്രിസ്തു സത്യദൈവവും സത്യമനുഷ്യനും ആണെന്ന്. ഈ സത്യവിശ്വാസം കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹം അനേകം പ്രയാസങ്ങൾ ഏറ്റുവാങ്ങി. അദ്ദേഹത്തിൻ്റെ ഉറച്ച നിലപാടിനാൽ ശത്രുക്കൾ പലപ്പോഴും അദ്ദേഹത്തെ പീഡിപ്പിച്ചു. 5 തവണ നാടുകടത്തപ്പെട്ടു. പല വർഷങ്ങൾ മരുഭൂമിയിലും ഒളിവിലും ജീവിക്കേണ്ടി വന്നു. എങ്കിലും വിശ്വാസത്തിൽ ഒരിക്കലും വീഴ്ച വരുത്തിയില്ല. ഇതിനാലാണ് അദ്ദേഹത്തെ ലോകത്തിനെതിരെ അത്തനേഷ്യസ് എന്ന് വിളിക്കുന്നത്. വിശുദ്ധൻ അത്തനേഷ്യസ് നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചു. പ്രത്യേകിച്ച് ഓൺ ദ ഇൻകർണേഷൻ എന്ന കൃതി വളരെ പ്രശസ്തമാണ്. യേശുവിൻ്റെ ദൈവസ്വഭാവത്തെക്കുറിച്ച് വ്യക്തമായ ഉപദേശങ്ങൾ നൽകി. വിശ്വാസത്തിൻ്റെ ശുദ്ധത സംരക്ഷിച്ചു. നിസേയ വിശ്വാസ പ്രഖ്യാപനം ശക്തമായി പിന്തുണച്ചു. ക്രിസ്തുവർഷം 373 അദ്ദേഹം സമാധാനത്തോടെ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും സത്യദൈവത്തിനായി ചെലവഴിച്ചതായിരുന്നു. ഇന്ന് അദ്ദേഹം സഭാധ്യാപകൻ, വിശ്വാസത്തിൻ്റെ മഹത്തായ സാക്ഷി എന്ന നിലയിൽ ആദരിക്കപ്പെടുന്നു. വിശുദ്ധ അത്തനേഷ്യസ് പ്രധാനമായും വിശ്വാസത്തിൻ്റെ രക്ഷകൻ എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. മറ്റു ചില വിശുദ്ധരെ പോലെ വളരെ അധികം അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ വ്യക്തമായി കാണുന്ന ചില അത്ഭുത സദൃശ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. നദിയിൽ നിന്നുള്ള അത്ഭുതകരമായ രക്ഷ. ഒരു പ്രാവശ്യം ശത്രുക്കൾ അദ്ദേഹത്തെ പിടികൂടാൻ വന്നപ്പോൾ അദ്ദേഹം ഒരു പടവിൽ നദിയിലൂടെ രക്ഷപ്പെടുകയായിരുന്നു. പിന്തുടർന്നവർ അടുത്തെത്തിയപ്പോൾ അത്തനേഷ്യസ് തൻ്റെ ആളുകളോട് പടവ് തിരിച്ച് ശത്രുക്കളെ നേരിട്ട് കടന്നു പോകാൻ പറഞ്ഞു. ശത്രുക്കൾ ചോദിച്ചു, അത്തനേഷ്യസ് എവിടെ? അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞു, അവൻ അടുത്താണ്. ഇങ്ങനെ ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ അവർ രക്ഷപ്പെട്ടു. ഒളിവിൽ ദൈവത്തിൻ്റെ സംരക്ഷണം. അദ്ദേഹം പല വർഷങ്ങൾ ശത്രുക്കളിൽ നിന്ന് ഒളിവിൽ ജീവിച്ചു. മരുഭൂമിയിലും ആശ്രമങ്ങളിലും താമസിക്കുമ്പോൾ ദൈവം അദ്ദേഹത്തെ പലവട്ടം ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷിച്ചു. പലർക്കും അദ്ദേഹത്തിൻ്റെ സ്ഥാനം അറിയാമായിരുന്നെങ്കിലും അദ്ദേഹത്തെ പിടികൂടാൻ കഴിയാതെ പോയത് ദൈവസംരക്ഷണമായി കാണപ്പെടുന്നു. എഴുതിയ ഗ്രന്ഥങ്ങളുടെ ആത്മീയ ശക്തി. ഓൺ ദ ഇൻകർണേഷൻ പോലുള്ള കൃതികൾ ഇന്നും ആളുകളെ സത്യവിശ്വാസത്തിലേക്ക് നയിക്കുന്നു. ഇതും ഒരു ആത്മീയ അത്ഭുതമായി സഭ കണക്കാക്കുന്നു. അറിവും ധൈര്യവും നൽകിയ ദൈവാനുഗ്രഹം. വളരെ വലിയ പണ്ഡിതന്മാരെയും ഭരണാധികാരികളെയും നേരിട്ട് സത്യം പ്രസംഗിക്കാൻ അദ്ദേഹത്തിന് ദൈവം ധൈര്യം നൽകി. അനേകം പരീക്ഷണങ്ങൾക്കിടയിലും വിശ്വാസത്തിൽ വീഴ്ച വരുത്താത്തത് തന്നെ വലിയ അത്ഭുതമാണ്. വിശുദ്ധ അത്തനേഷ്യസ് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം നമ്മെ സംരക്ഷിക്കുന്നു. സത്യത്തിനായി നിൽക്കുമ്പോൾ ദൈവം നമ്മോടൊപ്പം ഉണ്ടാകും. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത് തന്നെ ഏറ്റവും വലിയ അത്ഭുതമാണ്. വിശുദ്ധ അത്തനേഷ്യസ്, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ.